അങ്ങനെ ആറ്റുനോറ്റ് ഇതാവോ ആവോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കാതെ തന്നെ അങ്ങനെയൊക്കെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ ഉണ്ടായ മാനസികാവസ്ഥ എന്തായിരുന്നു? പക്ഷെ ശരിക്കും എനിക്ക് ഒരു സമയത്ത് ഇപ്പൊ ടെൻഷനായി. അത് എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ അംജുക്കാടെയും ഒരു പ്ലാൻ എന്ന് പറയുന്നത് 2 ഇയേഴ്സ് എന്നുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ വീട്ടുകാരാണ് പറഞ്ഞത് നിങ്ങൾ 2 ഇയേഴ്സ് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ആ സമയത്ത് ആവണം എന്നൊന്നും ഇല്ല, അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മളും വിചാരിച്ചു ശരിയാ, എൻ്റെ ഏജും അത്ര ഞാൻ ചെറിയൊരു കുട്ടിയല്ല, അംജുക്കയും ചെറിയൊരു ഏജ് അല്ല, അപ്പൊ നമുക്ക് നോയി തുടങ്ങാം. അപ്പൊ നമുക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ യൂട്യൂബില് ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ കണ്ടു തുടങ്ങി. ഇവൾക്ക് ആവുന്നില്ലേ, പിന്നെ എന്നെ ഹോണ്ട് ചെയ്ത സാധനം, ഇവള് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നവളായിട്ട് ഇവൾക്ക് എന്താ ഇതുവരെ ആവാത്തത്, ഇവളാണോ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ തന്നെ. അപ്പൊ ഞാനാലേക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ കുട്ടികളാവാന്നുള്ള, ഇവർ ഇത്രയും കാലം ഇത്രയും വർഷമായിട്ട് വായിട്ടലച്ച് ഇവർ മനസ്സിലാക്കി സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ കൊച്ചിനെ ആക്കാന്നുള്ളതാണോ, ഇതല്ല എന്നുള്ളതുണ്ട്. അപ്പൊ എനിക്ക് ആ ക്വസ്റ്റ്യൻസും അതും ഇതൊക്കെ കൂടി എനിക്ക് ഒരു ഫ്രസ്ട്രേഷൻ ആയി. പിന്നെ ആയപ്പോ എനിക്ക് സമാധാനമായി. അതുവരെ ഇല്ലാത്ത ടെൻഷൻ എനിക്ക് യൂട്യൂബിൽ കൂടെ കമന്റ്സിൽ ഓരോരുത്തർ ഇത്രയും കൺസേണോ എന്റെ ഒരു പ്രസവത്തിന്. പക്ഷെ വളരെ സന്തോഷമില്ലേ, ആളുകളൊക്കെ ഇത്രയും കൺസേൺഡ് ആണ്, നമ്മൾ എന്നാണ് കല്യാണം കഴിക്കുന്നത്, എന്നാണ് കുട്ടി. അത് വലിയ സന്തോഷമില്ല കേട്ടോ, അത് ഒട്ടും സന്തോഷമില്ല.